എല്ലാവർക്കും ഷിജ്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. തന്തൂരി ചിക്കൻ റെഡിയാക്കിയെടുക്കാൻ 800 ഗ്രാമിൻ്റെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്ത് വരക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് ചിക്കൻ ഈ വെള്ളത്തിലൊന്നിട്ട് വെക്കാം. ചിക്കനിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. 1 ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചിക്കനും ഡ്രൈൻ ചെയ്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ റെഡിയാക്കി എടുക്കാം. തന്തൂരി ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പ്ലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കുക്കറിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയൊക്കെ ചിക്കൻ്റെ മുകളിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിൻ്റെ വാഷറും വെയിറ്റും ഒക്കെ ഊരി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കുക്കറൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു ക്രീമി ടൈപ്പാണ് ഇതിൻ്റെ മസാല. ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്ത് 2 ഭാഗം ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ ചിക്കൻ 2 ഭാഗം ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തന്തൂരി ചിക്കൻ ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. തന്തൂരി ചിക്കൻ ഇതുപോലെ കുക്കറിൽ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ തന്തൂരി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പുതിയ റെസിപ്പി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.